ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂർ പൂനെ ഹൈവേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അടിപൊളി വഴിയൊക്കെയാണ്. നമ്മൾ ബോംബെക്ക് പോകുന്ന വഴിക്ക് ബാംഗ്ലൂർ പൂനെ ഹൈവേ അത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ബെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ പാർക്കിങ്ങിനൊക്കെ ഇട്ട് വണ്ടി അങ്ങ് കയറ്റുവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് 3-4 ഹോട്ടലുകൾ നോക്കി. ഈ 27-ാം തീയതി ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മോദിജി ഇവിടെ വരുന്ന കാരണം ഇവിടെ ഹോട്ടലുകളൊക്കെ വലിയ പാടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ കുറേ മാറി ഒരു ഹോട്ടൽ കണ്ട് എന്നാൽ ഇവിടെ ഇനി സ്റ്റേ എടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറ്റിയത്. സന്ധ്യയാറായി. ഇപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് കയറി സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവർ മലയാളികളാണ്, കണ്ണൂരുകാരാണ്. അപ്പോൾ നമുക്ക് സന്തോഷം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളല്ലേ, നമുക്കിവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പോയ സ്റ്റേ. സന്ധ്യയായി. അപ്പോൾ ഇത്ര ഓടി വന്നതിൻ്റെ ക്ഷീണവും ഇതൊക്കെ കാരണം റൂമൊക്കെ എടുത്ത് ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എടുത്ത് നാളെ രാവിലെ കുറച്ച് വീഡിയോകളെടുത്ത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇവിടുന്ന് ഇനി പയ്യെ യാത്രയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നോക്കുമ്പോഴത്തേന് ഇവിടെ കുറേ പാർക്കിങ് അടിപൊളിയാണ്. ബസ്സുകളിങ്ങനെ ഇപ്പം നമ്മൾ അതായത് ഈ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെക്ക് പോകുന്ന ഇഷ്ടം പോലെ ബസ്സുകളുണ്ട് വരുന്നത്. അത് മുഴുവൻ ഫുഡ് കഴിക്കാനായി, ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെയാണ് സ്റ്റേ വരുന്നത്. അതുകൊണ്ടോ ഒന്നുമല്ല, ഇതിൽ കൂടുതൽ ബസ്സുകളുണ്ടായിരുന്നു. അവരുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ്. പിന്നെ നല്ല ഇടയും കാര്യങ്ങളും എല്ലാം ഉള്ള ഇതുകൊണ്ട് ഹോട്ടൽ നല്ല അടിപൊളി ഇതാണ്. ഇഷ്ടംപോലെ ഇടയും കാര്യം, എത്ര ആൾ വന്നാലും ഇരിക്കാനും കാര്യങ്ങളും ഫാമിലി റൂമുകളും അടിപൊളിയായിട്ട്. ഇത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഇത് അവിടെ നിന്നുള്ള ഇത്. അപ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ച ഒരാളുണ്ട്. ഇതായി നിൽക്കുന്നവരെല്ലാം അവരുടെ ഇതൊക്കെയാണ്. അപ്പോൾ പുള്ളിയായിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് ബെൽഗാം സുദിഗട്ടി രാംദാവ സുദിഗട്ടി ക്രോസ്. ഇത് പൂന മുംബൈ ഹൈവേ, ബാംഗ്ലൂർ പൂന ഹൈവേ. നമ്മുടെ സ്ഥലം കറക്റ്റ് കണ്ണൂർ നമ്മുടെ കേരളക്കാരനാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവർ പൂനെക്ക് വരുവാണെങ്കിൽ ശരിക്കും ഇവരുടെ ഹോട്ടലിൽ താമസിക്കുക നല്ല അടിപൊളിയാണ്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 1800 രൂപയുള്ള AC ആണ്. നല്ല അടിപൊളി റൂമാണ്. നല്ല അടിപൊളി റൂമൊക്കെ. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ് ഇത്. ഈ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. ഇവിടുന്ന് രാവിലെ ഇനി ഇറങ്ങണം. ഇവിടുന്ന് രാവിലെ ഇറങ്ങി നേരെ വീണ്ടും ബോംബെ. ഈ വരുന്ന വഴിക്ക് എല്ലാം രുദ്രൂരിന് ഭക്ഷണം കറക്റ്റായിട്ട് വരും. ഇത് വെളിയിലെ കാഴ്ചകളാണ്. നല്ല പാർക്കിങ്, നല്ല സ്പേസ്. ഇതുകൊണ്ട് ഇഷ്ടം എപ്പോൾ നോക്കിയാലും ബസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. എപ്പോഴും 2-3 ബസ് വന്ന് കയറി ഇത് ചെയ്യും. അപ്പം നമ്മൾ വെളിയിലോട്ട് നോക്കിയതുകൊണ്ട് ഇതാണ് ഈ ബാംഗ്ലൂർ പൂനെ ഹൈവേ ആണ് കാണുന്നത്. അപ്പോൾ നമ്മളതെല്ലാം ഇത് ചെയ്തു. പിന്നെ അത് വിശാലമായിട്ടുള്ള പാർക്കിങ്ങാണ് അവരുടെ. ഇപ്പം നമ്മളവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഇടാനോ പിന്നെ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഫുൾ ആളുണ്ട്. കാര്യങ്ങൾ വണ്ടിയെ നമുക്ക് എന്ത് ഇതെന്ന് പറഞ്ഞാലും സേഫ്റ്റി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഒരു 2-3 പേരുണ്ട് ഇവിടെ.
അപ്പോൾ അവരവിടെ വണ്ടി നമ്മൾ കയറുമ്പോൾ തന്നെ ഓരോരുത്തർ വിസിറ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കും. കറക്റ്റായിട്ട് അവർ പാർക്ക് ചെയ്യും. നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ടിരിക്കുക. ബാക്കി ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ വണ്ടി മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പം നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോഴും നമ്മളിവിടെ തന്നെ സ്റ്റേ എടുക്കുകയുള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ അവരാണേലും ഹോട്ടലിലെ ആൾക്കാരാണേലും വേറൊന്നും നല്ല അടിപൊളി ടീമുകളാണ്. ഒന്നുമില്ലെങ്കിലും മലയാളികളല്ല, കണ്ണൂരുകാർ അവർ നല്ല നല്ല സ്റ്റേ നമുക്ക് തന്നത്. ഒരു കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളി ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ബോംബെക്കോ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇതുവഴി പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ബെൽഗാം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങളിവിടെ ഞാൻ ഈ ഹോട്ടലിൻ്റെ ഇതിട്ടിട്ടുണ്ട്. പുള്ളിയുടെ പേര് നമ്പർ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ആൾക്കാർ പുള്ളിയെ വിളിച്ചാൽ മതി. പുള്ളിയെ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ റൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത് ചെയ്ത് തരും. അത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ. വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ട. അപ്പോൾ രുദ്രമൊന്നും കയറിയിട്ടില്ല, എല്ലാവരും കയറണം. അത് കഴിഞ്ഞ് നമ്മൾ വൈകി അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിലെ കാഴ്ചകൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.